Hello guys, welcome back to another episode of collegemunshi.com. അപ്പോൾ ബി സി എ എന്ന് പറഞ്ഞൊരു കോഴ്സ് കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കോഴ്സാണ്. നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് എല്ലാം +2 കഴിഞ്ഞ് എന്താണെന്ന് പോലും അറിയാതെ ഈ കോഴ്സിലോട്ട് എടുത്ത് ചാടാറുണ്ട്. അപ്പോൾ ഈ കോഴ്സ് എന്താണെന്നുള്ളതും ഈ കോഴ്സ് എവിടെ പഠിക്കണം, ഈ കോഴ്സ് ഏത് കോളേജിലായിരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല എക്സ്പോഷർ കിട്ടുക, നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ വേഗം പോയി കാണുക. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BCA കോഴ്സിന് എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ ഈ BCA കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമോ, നിങ്ങൾക്ക് എന്തൊക്കെ സെക്ടറിലാണ് ജോബ് ചെയ്യാൻ പറ്റുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. BCA ഗ്രാജുവേറ്റ്സിന് ഇപ്പോൾ IT ഇൻഡസ്ട്രിയിൽ ഹൈ ഡിമാൻഡ് ആയിട്ട് നിൽക്കുന്ന ടൈമാണ്. ഇപ്പോൾ മാത്രമല്ല ഇനി ഫ്യൂച്ചറിലായാലും അവർക്ക് ഹൈ ഡിമാൻഡ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ടെക്നോളജി എപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടേ വരുന്നുള്ളൂ. സോ ഏറ്റവും കൂടുതൽ പ്രോഗ്രാമിങ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ BCA ഗ്രാജുവേറ്റ്സിന് എപ്പോഴും ഇനി അങ്ങോട്ട് എപ്പോഴും ഹൈ ഡിമാൻഡ് ആയിരിക്കും. ആൻഡ് ഫ്രഷേഴ്സ്, BCA ഗ്രാജുവേറ്റ്സിൽ തന്നെ ഫ്രഷേഴ്സിന് ഈ ഒരു ഫീൽഡിൽ ഏറ്റവും ഹൈ സാലറി നിങ്ങൾക്ക് ഫ്രഷർ ആയിരിക്കുമ്പോൾ തന്നെ ലഭിക്കും. ഇനി BCA ഗ്രാജുവേറ്റ്സ് വർക്ക് ചെയ്യുന്ന സെക്ടേഴ്സ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, സൈബർ സെക്യൂരിറ്റി, ഡാറ്റാ സയൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലുള്ള ഒരുപാട് ഇൻഡസ്ട്രീസിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ ജോബ് റോൾസ് ഇങ്ങനെ എടുത്തെടുത്ത് പറയാം. ആ ഒരു ജോബ് റോളിൽ നിങ്ങൾക്ക് ഫ്രഷർ ആയിരിക്കുമ്പോൾ കിട്ടാൻ പോകുന്ന സാലറി റേഞ്ച് എത്രയായിരിക്കും, അതേപോലെ ആ ഒരു ഫീൽഡിൽ നിങ്ങൾ എന്തൊക്കെ ജോബ് റോൾസ് ആയിരിക്കും ചെയ്യേണ്ടി വരിക, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് വരുന്നതാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പർ. സോഫ്റ്റ്വെയർ, മൊബൈൽ ആപ്സ്, വെബ്സൈറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുന്നത്. ഈ ഒരു ജോബ് റോൾ ചെയ്യുന്ന ആളുകൾക്ക് ഫ്രഷേഴ്സിനായിക്കോട്ടെ 3 to 5 lakh per annum വരെ നിങ്ങൾക്ക് സാലറി പാക്കേജ് കിട്ടും. ആൻഡ് ഇവർ ഹയർ ചെയ്യുന്ന ഈ ഒരു BCA ഗ്രാജുവേറ്റ്സിനെ ഈ ഒരു ഫീൽഡ് ഹയർ ചെയ്യുന്നത് എന്ന് പറയുന്നത് ടോപ്പ് MNCs ആയിട്ടുള്ള ഇൻഫോസിസ്, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലുള്ള കമ്പനീസിലായിരിക്കും നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ്സ് കിട്ടുക. നെക്സ്റ്റത്തെ ഒരു ജോബ് റോൾ എന്ന് പറയുന്നത് വെബ് ഡെവലപ്പറാണ്. ഇതും ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് ഏകദേശം ഒരു സിമിലർ ആണ്. ബട്ട് ഇതിൽ വരുന്നത് എന്ന് പറയുന്നത് ഇവർ വെബ്സൈറ്റിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. വെബ്സൈറ്റ്, വെബ് ആപ്ലിക്കേഷൻസ്, വെബ്സൈറ്റുകൾ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ വെബ്സൈറ്റ് ഡെവലപ്പർ എന്ന് പറയുന്നത്. ഇവർക്ക് കിട്ടുന്ന സാലറി റേഞ്ച് എന്ന് പറയുന്നത് 2.5 to 5 lakh per annum വരെയാണ്. ഇവർക്ക് കുറച്ച് ഈ ഒരു ഫീൽഡിലോട്ട് വരുന്ന സ്റ്റുഡൻസിന് കുറച്ചും കൂടി അഡീഷണൽ സ്കിൽസ് ആവശ്യമുണ്ട്. ലൈക്ക് HTML, CSS, JavaScript ഇത്തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് കാര്യങ്ങളൊക്കെ അവർക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. ഈ സ്കിൽസ് എന്തായാലും ഉള്ള ആളുകളെ ആയിരിക്കും ഈ ഒരു ഫീൽഡിലോട്ട് കൂടുതൽ കമ്പനീസ് റിക്രൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റത്തെ ഒരു ജോബ് റോളാണ് ഡാറ്റ അനലിസ്റ്റ്. അപ്പോൾ ഈ ഒരു ജോബ് റോളിൽ വരുന്ന ആളുകൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഡാറ്റകൾ, ഇപ്പോൾ കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടുന്ന ഡാറ്റകളായിക്കോട്ടെ, അല്ലാണ്ടുള്ള പുതിയ ട്രെൻഡ്സ്, ടെക്നോളജീസ് മനസ്സിലാക്കുന്ന ഡാറ്റാസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഡാറ്റകൾ അനലൈസ് ചെയ്തിട്ട് പുതിയ സ്ട്രാറ്റജീസ്, ബിസിനസ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടാക്കുക, പ്ലാൻസ് മേക്ക് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത ആളുകളെയാണ് നമ്മൾ ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഇവർക്ക് കിട്ടാൻ പോകുന്ന ഫ്രഷേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഫ്രഷേഴ്സിന് കിട്ടാൻ പോകുന്ന സാലറി പാക്കേജ് എന്ന് പറയുന്നത് 3 to 5 lakh per annum ഉള്ളിലായിരിക്കും ഇവർക്ക് വരുന്നത്. ആൻഡ് ബിഗ് കമ്പനീസ് ആയിട്ടുള്ള EY, ഇൻഫോസിസ്, ഗൂഗിൾ പോലുള്ള കമ്പനീസ് ആയിരിക്കും ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റത്തെ ഒരു ജോബ് റോളാണ് സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ്. ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും. ലൈക്ക് ഒരു കമ്പനീനെ സൈബർ അറ്റാക്കിൽ നിന്നും ഹാക്കിങ്ങിൽ നിന്നും ഹെൽപ്പ് ചെയ്യുന്ന ആളുകളെയാണ് സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ഡിഫിക്കൽട്ടീസ്, ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ മേ ബി അവർ നമ്മളെ സൈബർ അറ്റാക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർസ് ഹാക്ക് ചെയ്യാനും നമ്മുടെ ഡാറ്റാസ് അവർ ചോർത്താനൊക്കെ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. സോ ഇത്തരത്തിലുള്ള ഹാക്കിങ്ങിൽ നിന്ന് നമ്മുടെ സോഫ്റ്റ്വെയർസിനെ പ്രൊട്ടക്ട് ചെയ്യുക, നമ്മുടെ കമ്പനീനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഇവർക്കൊരു 5 to 10 lakh per annum വരെ ഫ്രഷേഴ്സിന് കിട്ടും. ആൻഡ് IBM, HCL പോലുള്ള കമ്പനീസാണ് മെയിനായിട്ട് ഇവരെ ഹയർ ചെയ്യുന്നത്. ഇത് മാത്രമല്ല കുറേ അധികം ജോബ് റോൾസ് ഉണ്ട്. അതിലുള്ള കുറച്ചെണ്ണമാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അനലിസ്റ്റ്, AI മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ, IT സപ്പോർട്ട് ആൻഡ് നെറ്റ്വർക്കിംഗ് എഞ്ചിനീയർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ജോബ് റോൾസ്. ഇതൊന്നല്ല, ഇനിയുണ്ട് ഒരുപാട് ജോബ് റോൾസ് BCA ഗ്രാജുവേറ്റ്സിന് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതും നമുക്ക് ഇപ്പോൾ ഈ ഒരു സാലറി പാക്കേജ് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു 2.5 lakh per annum മുകളിലാണ് ഫ്രഷേഴ്സിന് ഇവർ കൊടുക്കാൻ പോകുന്ന സാലറി പാക്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പീരിയൻസ് കൂടുന്തോറും നിങ്ങളുടെ സാലറി പാക്കേജ്
പാക്കേജും ഇൻക്രീസ് ചെയ്തിട്ട് വരും. ഇനി നിങ്ങൾക്ക് BCA കഴിഞ്ഞിട്ട് ജോബിന് വേണ്ട, നിങ്ങൾക്ക് കുറച്ചും കൂടിയും ബെറ്റർ എഡ്യൂക്കേഷൻ കിട്ടിയിട്ട് മതി ജോബ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള ഓപ്ഷൻസും ഉണ്ട്. എന്തായാലും BCA കംപ്ലീറ്റ് ചെയ്ത ഗ്രാജുവേറ്റ്സിന് ഈ ഒരു സാലറി പാക്കേജ് കിട്ടുമ്പോൾ എന്തായാലും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സാലറി പാക്കേജ് കിട്ടും. ആൻഡ് ഇനി നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഡൗട്ടാണെങ്കിൽ BCA കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് MCA ചെയ്യാം, അല്ലെങ്കിൽ IT സെക്ടറിൽ MBA ചെയ്യാം, ആൻഡ് കമ്പ്യൂട്ടർ സയൻസിൽ MSc വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് BCA പോലൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു പാക്കേജോട് കൂടി ജോബ് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ളൊരു സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യുക, ആൻഡ് നല്ലൊരു കോളേജിൽ തന്നെ പഠിക്കാൻ നോക്കുക. ആൻഡ് ഇതൊന്നും പോരാത്തതിന് ആ ഒരു നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്സ് ചെയ്യാൻ നോക്കുക, അതേപോലെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിക്കാൻ നോക്കുക, ആഡ് ഓൺ കോഴ്സുകൾ, സർട്ടിഫിക്കേഷൻ കോഴ്സുകളൊക്കെ ഇതിൻ്റെ പുറമെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെ ആഡ് ഓൺ കോഴ്സുകളും സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ, ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് പ്രോഗ്രാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം നോക്കിയിട്ട് വേണം ഒരു കോളേജ് ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കോളേജസ് ചൂസ് ചെയ്യാനായിട്ടുള്ള കരിയർ ഗൈഡൻസ് വേണം, അല്ലെങ്കിൽ അഡ്മിഷൻ അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫ്രീ കരിയർ ഗൈഡൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും.